എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കൂർക്ക വരട്ടിയതാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 250 ഗ്രാം കൂർക്കയാണ് എടുത്തത്. നന്നായിട്ട് കഴുകിയെടുത്താണ്, മണ്ണൊക്കെ കളഞ്ഞതാണ്. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് വേവിക്കുന്നത്. അപ്പം കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുന്നേ ഉള്ളൂ. എന്നിട്ട് തൊലി കളഞ്ഞ ശേഷമാണ് ബാക്കി നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ ആവി ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. വിസിലടിക്കാൻ പാടില്ല. ഇപ്പോൾ ഇതാ കുക്കറിൽ നിന്ന് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് കുക്കറിലിട്ട് ഒന്നുകൂടി വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ കൂർക്ക കുക്കറിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാല, അത് 1 ടീസ്പൂണോളം, പിന്നെ മീറ്റ് മസാല, അത് ഏതായാലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂണോളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം, പിന്നെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുക്കറിൽ തന്നെ വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് പോവും. ഇപ്പോൾ കൂർക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം ഇതൊരു നാടൻ റെസിപ്പിയാണ്, അപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. ഇനി വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. തേങ്ങ ഒന്ന് വാടിയ ശേഷം നമുക്ക് അതിലേക്ക് ചെറിയുള്ളി ഒരു 15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വാടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 1 ടീസ്പൂണോളം, പിന്നെ നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് ചുവന്ന മുളക് ചതച്ചത്, അത് 2 ടീസ്പൂണോളം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ചുവന്ന മുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയുടെ മിക്സാണ്. അത് നമ്മൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്, അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. കാരണം നമ്മൾ മസാലയിൽ ചേർത്തിട്ടില്ല, കൂർക്ക വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എത്ര ഉപ്പ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. മസാലയെല്ലാം കൂർക്കയിൽ പിടിക്കുന്ന രീതിയിൽ ഡ്രൈ ആയിട്ട് വരണം. ഇനി നമുക്ക് കുറച്ച് 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർക്കാം. അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കൂർക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഗ്രേവി ആക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇത്ര വറ്റിക്കേണ്ട ആവശ്യമില്ല, ഇത്ര ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയും ചെയ്യാം. ഇത് നല്ല ടേസ്റ്റിയും നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. കൂർക്ക ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. ഒരുപാട് പേരുണ്ടാവും കൂർക്ക ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്